ഹരിച്ചേട്ടാ, ഒരു വളരെ വിപ്ലവകരമായ ഒരു വിവരം ഞാൻ കേട്ടു. അതായത് നമ്മുടെ രാജ്യം ഇന്ത്യ സ്വന്തമായിട്ട് വിമാന എഞ്ചിൻ വികസിപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എന്തെങ്കിലും നമുക്കൊന്ന് പങ്കുവയ്ക്കാമോ നമ്മുടെ പ്രേക്ഷകർക്കായി? ഇന്ത്യയുടെ സ്വന്തം ജെറ്റ് എഞ്ചിനായ കാവേരി വികസനം ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ളത് ശരിയാണ്. അതായത് ഈ ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ 4 രാഷ്ട്രങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ജെറ്റ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, പഴയ കാലം തൊട്ട് തന്നെ ബ്രിട്ടന് ഈ ജെറ്റ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ റോൾസ് റോയ്സ് കമ്പനി ജെറ്റ് എഞ്ചിൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് GE എന്ന് പറയുന്ന കമ്പനി, അവരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ജെറ്റ് എഞ്ചിൻ നിർമ്മാതാക്കൾ. പിന്നീടുള്ളത് ഫ്രാൻസിന്റെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അവരും ലോകത്തിലെ തന്നെ പ്രമുഖ ജെറ്റ് എഞ്ചിൻ നിർമ്മാതാക്കളിൽ ഒന്നാണ്. ടർബോഫാൻ എഞ്ചിൻ എന്നാണ് പൊതുവെ ഇതിനൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ റഷ്യയുണ്ട്. റഷ്യയും സ്വന്തമായി ശക്തമായ ജെറ്റ് എഞ്ചിനുകൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. ഏറ്റവും ഒടുവിൽ ചൈന ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചതായിട്ട് ചൈന പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അതിന്റെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതൊന്നും അത്ര തെളിയിക്കപ്പെട്ടിട്ടില്ല. ചൈന ചെയ്തിരിക്കുന്നത്, റഷ്യയുടെ കയ്യിൽ നിന്ന് ഒരു എഞ്ചിൻ വാങ്ങിച്ച് അത് തിരിച്ച് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അവരൊരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയെടുത്തതായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇങ്ങനെ 4 രാഷ്ട്രങ്ങൾക്ക് മാത്രം കുത്തകയായ ജെറ്റ് എഞ്ചിൻ, നമ്മൾ ചിന്തിക്കുന്നത് ജപ്പാനെ പോലൊരു വികസിത രാഷ്ട്രത്തിന് ഇത്ര നാളും ജെറ്റ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദക്ഷിണ കൊറിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ തന്നെ ഇലക്ട്രോണിക്സ്, അതുപോലെ സെമി കണ്ടക്ടർ, ഈ മേഖലകളിലൊക്കെ വലിയ കുതിച്ചുചാട്ടം നടത്തിയ രാഷ്ട്രങ്ങളാണ്. അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ടൊരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് 1990കളുടെ പകുതിയോടെ തുടങ്ങിയതാണ്. ദൗർഭാഗ്യവശാല് ആ കാവേരി എഞ്ചിൻ എന്നാണ് എഞ്ചിന് പേരിട്ടത്. ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് LCA അതിനെ പവർ ചെയ്യാൻ അതിനു വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ് ഈ എഞ്ചിൻ വികസിപ്പിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ എഞ്ചിൻ വേണ്ട രീതിയിലൊന്നും 2013 ഈ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു. കാവേരി എഞ്ചിൻ വികസന പദ്ധതി ഉപേക്ഷിച്ചതായിട്ടാണ് അന്ന് വാർത്തകൾ വന്നത്. പക്ഷെ നിശബ്ദമായിട്ട് ഇന്ത്യ 2014 എനിക്ക് തോന്നുന്നു പുതിയ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചിരുന്നു ആ പദ്ധതി. പക്ഷെ വലിയൊരു ഘോഷങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളെ ഇപ്പം ഞെട്ടിപ്പിച്ചുകൊണ്ട് വാർത്ത വരുന്നത്, ഈ കാവേരി എഞ്ചിൻ വികസിപ്പിക്കുന്നത് GTRI, ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ DRDOയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, അനുബന്ധ സ്ഥാപനമാണ്. അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള അനുബന്ധ സ്ഥാപനമാണ്. അവര് ഈ പറയുന്ന കാവേരി എഞ്ചിന്റെ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് അതിലെ ചില ഡ്രോബാക്സിനെ അവർ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ആ എഞ്ചിൻ ഫ്ലൈയിങ് ടെസ്റ്റിന് തയ്യാറായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതുവരെ പിന്നെ ലബോറട്ടറി കണ്ടീഷനിൽ വെച്ചിട്ടാണ് അത് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിമാനത്തിൽ ഘടിപ്പിച്ച് അത് പരീക്ഷണത്തിന് സജ്ജമായിരിക്കുകയാണ്. അതായത് അതിന്റെ അർത്ഥം ഇതിന്റെ വികസനം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ്. ഈ വരുന്ന മാസങ്ങളിൽ മോസ്കോയിൽ വെച്ചായിരിക്കും ഈ ടെസ്റ്റ് നടക്കുന്നത്. റഷ്യയുടെ ഒരു IL-76 എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ വിമാനമുണ്ട്. ഇല്യൂഷൻ 76 എന്ന് പറയും. അത് 4 എഞ്ചിനുകൾ ഘടിപ്പിച്ച വിമാനമാണ്. അതിലെ ഒരു എഞ്ചിൻ, റഷ്യൻ എഞ്ചിൻ മാറ്റിയിട്ട് തൽസ്ഥാനത്ത് ഈ കാവേരി എഞ്ചിൻ ഫിറ്റ് ചെയ്തുകൊണ്ട് ആ വിമാനം പറത്തും. അങ്ങനെ ഈ ടെസ്റ്റ്, ഫ്ലൈയിങ് ടെസ്റ്റ്, ഇതിന് ഉപയോഗിക്കുന്ന വിമാനത്തിന് പറയുന്നത് ഫ്ലൈയിങ് ബെഡ് എന്നാണ്. അപ്പൊ IL-76 വിമാനത്തിലാണ് ഈ പരീക്ഷണം നടക്കാൻ പോകുന്നത്. ഇതാണ് അതിനകത്തിലെ ഇപ്പോഴത്തെ ഉള്ള ഏറ്റവും പുതിയ ഒരു ഡെവലപ്മെന്റ്. എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ പ്രശാന്ത്. തീർച്ചയായിട്ടും. ഞാൻ ഈ കാര്യത്തിൽ അങ്ങ് പറഞ്ഞു, ചൈനയ്ക്ക് ഈ ശേഷിയില്ല. ചൈന എങ്ങനെ റഷ്യയുടെ എന്നൊരു പഴയ എഞ്ചിൻ വാങ്ങിയിട്ട് അത് അഴിച്ചു പണിഞ്ഞ് പുതുതായിട്ട് ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ബ്രിട്ടൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ റഷ്യയുടെ കാര്യം പറഞ്ഞു. ഇത് വേറെ ഒരു രാജ്യങ്ങൾക്കും ഈ എന്താ പറയുക, അമേരിക്കയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ജനറൽ ജിയുടെ കാര്യം പറഞ്ഞിരുന്നു. അതെനിക്ക് തോന്നുന്നു അമേരിക്കൻ കമ്പനിയാണ് അല്ലേ ചേട്ടാ ഈ ഇത് വികസിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അമേരിക്കൻ കമ്പനിയാണ്. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ട ഒരു കാര്യം,
ഈ നമ്മുടെ യുദ്ധവിമാനങ്ങളും ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് കൂടി ഒന്ന് ചോദിക്കണമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. നമ്മൾ ഈ അഞ്ചാം തലമുറ, ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ലോകത്തിപ്പോൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ അപൂർവം ചില രാജ്യങ്ങൾക്ക്, ചൈന, അമേരിക്ക തുടങ്ങിയ അപൂർവം രാജ്യങ്ങൾക്കേ ഉള്ളൂ. ഇവിടെ ഇന്ത്യയും ആ ഒരു ശ്രേണിയിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ അഞ്ചാം തലമുറ, ആറാം തലമുറയിലേക്ക് ഉള്ള ഗവേഷണ പരിപാടികൾ, അതിൻ്റെ നിർമ്മാണം, അതിലേക്കൊക്കെ ഇന്ത്യ വേറെ ചില യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നേറുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് അതിലെ സത്യം? തീർച്ചയായിട്ടും ഇന്ത്യ വികസിപ്പിക്കുന്ന ലൈറ്റ് കോംബ LCA തേജസ് എന്ന് പറയും. ആ തേജസ് 1A എന്ന് പറയുന്ന വിമാനം 4.5 ജനറേഷൻ എന്നാണ് പറയുന്നത്. ഈ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ സാങ്കേതിക കാര്യങ്ങൾ വെച്ചിട്ടാണ്. അത് എത്രമാത്രം അത് സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ റഡാറിൽ കാണപ്പെടാത്ത രീതിയിലുള്ള ചില സംവിധാനങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഒരു സാങ്കേതിക പദം, അതിന് ആ രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കാനുള്ള സമയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയും LCA 1A എന്ന് പറയുന്ന വിമാനമാണ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിക്കുന്നത്. അതുപോലെ LCA 2 അത് വരാനിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റൊരു വിമാനം AMCA എന്ന് പറയുന്ന മറ്റൊരു വിമാനം ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട്. അത് 5th ജനറേഷൻ ആണെന്ന് പറയുന്നത്. ചൈന ഇപ്പോൾ തന്നെ അവകാശപ്പെടുന്ന അവര് 5th ജനറേഷൻ അവർക്കുണ്ട്, JF-20 എന്ന് പറയുന്ന വിമാനം. പുതിയ 6th ജനറേഷൻ അവര് വികസിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ത് വികസനം വേണമെങ്കിലും തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു എഞ്ചിൻ, അത് നല്ല ഒരു എഞ്ചിൻ, ശക്തമായ ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ അർത്ഥം ഉണ്ടാകുന്നുള്ളൂ. കാരണം വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എഞ്ചിൻ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാവേരി എഞ്ചിൻ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അത് റഷ്യയിൽ ഉയരത്തിൽ, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് നടന്നു കഴിഞ്ഞു. അതായത് ഏതാണ്ട് 42,000 അടി ഉയരത്തിൽ ഈ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിന്റെ പരീക്ഷണം നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു യഥാർത്ഥ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള പരീക്ഷണമാണ്. അപ്പോൾ 42,000 അടി ഉയരത്തിൽ നടത്തിയ പരീക്ഷണത്തിൽ ഈ വിമാനത്തിന്റെ എഞ്ചിന് ഏതാണ്ട് 49.5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് എന്ന് പറയും. അതായത് ഒരു കാറിന്റെ എഞ്ചിൻ നമ്മൾ ഇപ്പം 100 ഹോഴ്സ് പവർ എന്ന് പറയുന്ന പോലെ ഈ വിമാന എഞ്ചിന് പറയുന്ന ഒരു അളവാണെന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ 49.5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഈ കാവേരി എഞ്ചിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ LCAക്ക് വേണ്ടി അമേരിക്കൻ GEയിൽ നിന്ന് വാങ്ങിക്കുന്ന F404 എന്ന് പറയുന്ന എഞ്ചിന് 49.9 കിലോ ന്യൂട്ടൺ ത്രസ്റ്റേ ഉള്ളൂ. അപ്പൊ ഏതാണ്ട് അതിന്റെ അടുത്ത് വരുന്ന ത്രസ്റ്റ് നമ്മുടെ കാവേരി എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു. അത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതിന്റെ ത്രസ്റ്റ് കൂട്ടാം. ഇനി ഇത് മുഖ്യമായിട്ട് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് ഇതിനോട് മറ്റ് ചില ഘടകങ്ങളൂടെ ചേർത്ത് കഴിഞ്ഞാൽ, ആഫ്റ്റർ ബേണർ എന്ന് പറയും അതിന്, ആഫ്റ്റർ ബേണറും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഈ വിമാനത്തിന്റെ ത്രസ്റ്റ് ചിലപ്പോൾ ഈ 50 അല്ല ഒരു 90-ന് മുകളിൽ പോകും. 100-നോട് അടുപ്പിച്ച് വരെ ത്രസ്റ്റ് വരുത്താം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വന്തമായി ഒരു എഞ്ചിൻ വികസിപ്പിച്ചാൽ അതിന്റെ ശക്തി കൂട്ടുക എന്ന് പറയുന്നത് പിന്നീട് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് പരീക്ഷണങ്ങൾ വേണ്ടി വരും, പക്ഷെ അത് വളരെ സാധ്യമായ ഒരു കാര്യമാണ്. ഇതുപോലെ അസാധ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ ഇന്ത്യ ഏതാണ്ട് 18 പടി കയറുന്നതിന്റെ 17ാമത്തെ പടി വരെ എത്തും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ. പിന്നീട് ഒരൊറ്റ പടിയുടെ കാര്യമേ ഉള്ളൂ. അപ്പോൾ വലിയ നിർണായകമായ നീക്കം തന്നെയാണ് ഇത് വിജയകരമാവുകയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ ചരിത്രപരമായ ഒരു കുതിച്ചുചാട്ടമായിരിക്കും. അതിന് മലയാളത്തിൽ കുതിച്ചുചാട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷിൽ പറയും ഓർബിറ്റൽ ലീപ്പ് എന്ന്. ഒരു ഭ്രമണപഥത്തിൽ നിന്ന് വേറൊരു ഭ്രമണപഥത്തിലോട്ടുള്ള ഒരു ചാട്ടമാണിത്. അത്ര വലിയൊരു നേട്ടമായിരിക്കും ഇത്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് 6th ഇന്ത്യക്ക് മറ്റ് വിമാനത്തിന്റെ മറ്റ് റഡാർ ആണെങ്കിലോ അല്ലെങ്കിൽ സെൻസറുകളാണെങ്കിലോ ഒക്കെ ഓൾറെഡി ഇന്ത്യക്ക് ആ ടെക്നോളജി ഒക്കെ ഇന്ത്യ വളരെ പുരോഗമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് മാത്രമാണ് നമ്മളെ പലപ്പോഴും നമ്മുടെ വിമാനത്തിന്റെ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്നത്. അതുകൂടി നമ്മൾ സാധിച്ചാൽ കാര്യം ശുഭപര്യവസാനിയായി, നാടകാന്തം കവിത്വം തന്നെയായിരിക്കും. ചോദിച്ചോളൂ. തീർച്ചയായും. ഞാൻ ചോദിക്കാൻ വന്നത് ഇതിൻ്റെ ഒരു ബജറ്റിനെ കുറിച്ചാണ്. ഇത് വലിയ ചിലവേറിയ കാര്യമാണെന്നുള്ളത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ, അതോ അത് നമ്മൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണോ ഈ സുരക്ഷാ കാരണങ്ങളാൽ? അല്ല, അതിനെക്കുറിച്ച് അത്ര വലിയ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത് സാധാരണ ഒരു രാജ്യവും അങ്ങനെ പുറത്തു വിടാറുമില്ല. കാരണം തീർച്ചയായിട്ടും ഇത് വളരെ ചെലവുള്ള ഒരു പരീക്ഷണമാണ്. കാരണം ഇതിന് വേണ്ട സ്പെഷ്യൽ അലോയികളൊക്കെ വേണം. കാരണം ഒരു വിമാന എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഭീകരമായ ചൂടായിരിക്കും. സാധാരണ മെറ്റൽസ് ഒക്കെ ഉരുകി പോകും.
ആഫ്റ്റർ അതെ. ബേണർ ഒക്കെ പ്രവർത്തിക്കുമ്പോഴേക്കും മെറ്റൽസ് ഒക്കെ ഉരുകി പോകും. അപ്പോൾ ആ അലോയ്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ വസ്തുക്കൾ വികസിപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പം തീർച്ചയായിട്ടും ഇതിന് വലിയൊരു ചെലവും അതുപോലെ തന്നെ വലിയൊരു പിന്നെ അധ്വാനവും സാങ്കേതിക വിദ്യയും ഒക്കെ ആവശ്യമുള്ള ഒരു പരീക്ഷണമായിരുന്നു. ഇന്ത്യ ഏതായാലും അതിൽ വളരെ മുന്നോട്ട് പോയി. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഈ വിമാനത്തിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിൽ, എഞ്ചിന്റെ പരിഹരിക്കുന്നതിൽ ഫ്രാൻസിലെ സഫ്രാൻ ഇന്ത്യയെ സഹായിച്ചിരുന്നു. അവരാണ് ഇത് യഥാർത്ഥത്തിൽ വിമാനത്തിൽ ഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഓഡിറ്റിംഗ് നടത്തി ഇന്ത്യക്ക് ഒരു അപ്രൂവൽ നൽകിയത്. പിന്നീട് ഇപ്പൊ റഷ്യയും സഹായിക്കുന്നുണ്ട്. ഇതാണ് അതിനകത്തിലെ വസ്തുത. തീർച്ചയായിട്ടും അങ്ങ് വളരെ എന്താ പറയണ്ടേ, വളരെ ജനങ്ങൾക്ക് അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടം, നമ്മൾ എന്തൊക്കെ നേടി, നമ്മൾ എത്രയൊക്കെ പുരോഗമിച്ചു, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഇത്തരം കാര്യങ്ങളുമൊക്കെ എവിടം വരെ വികസനം എവിടം വരെ എത്തി എന്നുള്ളത് ജനങ്ങൾ അറിയണം. അത് മാധ്യമങ്ങളാണ് അവരെ അറിയിക്കേണ്ടത്. എന്തായാലും ഇതൊന്നും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാടൊന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ അങ്ങ് ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചു. വളരെ നന്ദി. നന്ദി.